Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കളഞ്ഞുകെട്ടിയ പേഴ്സ് തിരികെ നൽകി മാതൃകയായി യുവാവ്. കാലടി ക്ലിയർ വിഷന്റെയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിജോ ചൊവ്വരാന്റെയും സഹായത്തോടെയാണ് നായത്തോട് സ്വദേശി MS മോഹനൻ പേഴ്സ് ഉടമയ്ക്ക് തിരികെ നൽകിയത്. മലയാറ്റൂർ നീലീശ്വരത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന പാലക്കാട്ടുകാരൻ റെനിലിന് മറ്റൂർ ഓഷ്യാനസ് ഫ്ളാറ്റ് നിവാസികളുടെ സാന്നിധ്യത്തിൽ പേഴ്സ് കൈമാറി. നായത്തോട് സ്വദേശി മുണ്ടപ്പള്ളി വീട്ടിൽ MS മോഹനനെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിജോ ചൊവ്വരാനും ഫ്ളാറ്റ് അസോസിയേഷൻ സെക്രട്ടറി സൈമൺ ചാക്കോയും ചേർന്ന് പൂച്ചെണ്ട് നൽകി ആദരിച്ചു. എൻ്റെ പേര് റെനിലിനാണ്. ഞാൻ പാലക്കാടാണ് എൻ്റെ വീട്. അപ്പോൾ ഞാൻ ഇവിടെ വർക്ക് ചെയ്തിട്ട് ശനിയാഴ്ച വൈകിട്ട് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ വണ്ടി നിർത്തിയതാണ്. അപ്പോൾ ഫോൺ എടുക്കാൻ കഴിയുമ്പോൾ പുകന്ന് പേഴ്സ് വീണുപോയി. അപ്പോൾ പിന്നെ ഞാനത് അറിഞ്ഞില്ല. പിന്നീട് ഞാൻ വീട്ടിലെത്തിയപ്പോൾ എനിക്ക് ഡൗട്ടായി, പോക്കറ്റിലുണ്ടോ അല്ലെങ്കിൽ റൂമിലുണ്ടോ അല്ലെങ്കിൽ എൻ്റെ കയ്യിലാണോ ഉള്ളത് എനിക്ക് ഓർമ്മയുണ്ടായില്ല. അപ്പോൾ ഞാൻ വിട്ടു. പിന്നെ വൈകിട്ട് ഇന്നലെ ആയിട്ട് അമ്മയോട് സംസാരിക്കുമ്പോഴാണ് എനിക്കിങ്ങനെ ഗ്രൂപ്പിലുള്ള കാര്യങ്ങളെല്ലാം ഫോൺ വന്ന് തുരുതുര ഫോണായിരുന്നു. പിന്നെ ഇങ്ങനെ ഈ ശിവചേട്ടൻ പറഞ്ഞപ്പം അറിഞ്ഞേ പേഴ്സ് മിസ്സായ കാര്യം. എനിക്കത് എൻ്റെ മനസ്സിൽ പോലും ഉണ്ടായില്ല പേഴ്സ് മിസ്സായത്. അപ്പം കിട്ടിയപ്പം സന്തോഷം, വളരെ സന്തോഷമുള്ള നിമിഷമാണ്. കാരണം എൻ്റെ സുഹൃത്ത്, ഞങ്ങൾ ഒരുമിച്ച് ഫുട്ബോളൊക്കെ കളിച്ച് നടന്നതാണ് നായത്തോടുള്ള മോഹൻ്റെ എൻ്റെയൊക്കെ സുഹൃത്ത് സന്തോഷ് ശനിയാഴ്ച വൈകിട്ട് ഒരു 7 മണിയോട് കൂടിയാണ് എന്നെ വിളിക്കുന്നത്. ഒരു മീറ്റിങ്ങിലിരിക്കുന്ന സമയത്താണ് വിളിക്കുന്നത്. അപ്പോൾ മോഹനൻ്റെ കാര്യമല്ല പറഞ്ഞത്, ഒരു പേഴ്സ് കിട്ടിയിട്ടുണ്ട്. ആ പേഴ്സിൽ ഇത്ര കുറച്ച് രൂപയുണ്ട്, ഒരു ഫോട്ടോ ഞാൻ നിനക്ക് വിട്ടിട്ടുണ്ട്, ആ യഥാർത്ഥ ഉടമ ആരാണ് ഒന്ന് കണ്ടുപിടിച്ച് കൊടുക്കാവോ, അത് പറ്റൂലോ എന്ന് പറഞ്ഞ് ഞാനത് സന്തോഷത വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു വികാരം, സന്തോഷ സുഹൃത്തിനാണ് കിട്ടിയത് എന്നാണ് പറഞ്ഞത്. മോഹൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായില്ല. ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്തത്, അല്ലെങ്കിൽ എമൗണ്ട് വലിയ എമൗണ്ട് ഒന്നുമല്ല, തുറന്ന് പറയില്ല, 1200 രൂപയാണ്. അതും ശനിയാഴ്ച വൈകിട്ട് 1200 രൂപ ഓഷ്യാനസ് ഫ്ലാറ്റിൻ്റെ മുന്നിൽ റോഡ് സൈഡിൽ ഒരു ചെറുപ്പക്കാരന് കിട്ടിക്കഴിഞ്ഞാൽ, ശനിയാഴ്ചയാണ് സാധാരണ നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുവരുന്നൊരു കാഴ്ചയുണ്ട്. അതിനപ്പുറം ഇന്ന് കാലത്ത് മോഹനെ വിളിച്ചു കഴിഞ്ഞാൽ മോഹൻ പറഞ്ഞത്, ഏതോ ഒരു പാവം ജോലി കഴിഞ്ഞ് പോയപ്പോൾ ആ കുടുംബത്തിലേക്കുള്ള ഒരു ഫണ്ടായിരിക്കുമല്ലോ, അത് കണ്ടെത്തി കൊടുക്കണം എന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് സന്തോഷിനോട് പറഞ്ഞത്, സന്തോഷ് എന്നെ അറിയിച്ചതെന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ ആ ഫോട്ടോയും ഡീറ്റെയിൽസും കൂടെ, എമൗണ്ട് ഒന്നും എഴുതിയില്ല, പ്രസ് ക്ലബിൻ്റെ ഗ്രൂപ്പിലേക്കും മറ്റ് പ്രാദേശിക ഗ്രൂപ്പിലേക്ക് ഇട്ടു. ഏറ്റവും വലിയ സന്തോഷം, ഇന്നലെ ഉച്ച തിരിഞ്ഞ് നമ്മുടെ ക്ലിയർ വിഷൻ്റെ മാനേജിംഗ് ഡയറക്ടർ അരുൺ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ പയ്യൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, പാലക്കാട്ടുള്ള പയ്യനാണ്, എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ തിരിച്ച് വിളിച്ചു. റെനിൽ എന്നാണ് പേര്. റെനിൽ പാലക്കാടാണ് കുടുംബം. ഇവിടെ നീലീശ്വരത്ത് ശിശിര ട്രാവൽസിൻ്റെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. വൈകിട്ട് ബദ്ധപ്പാടിൽ 2 വീലറിൽ പോയപ്പോഴാണ് പേഴ്സ് താഴെ പോയത്. ഏറ്റവും വലിയ ഇതിൻ്റെ വാർത്താ പ്രാധാന്യവും മറ്റ് കാര്യങ്ങളെക്കാൾ ഉപരി ഇങ്ങനെയുള്ളൊരു എമൗണ്ട് ഉള്ള പേഴ്സ് ആത്മാർത്ഥമായിട്ട് യഥാർത്ഥ ഉടമയ്ക്ക് തിരിച്ചു കൊടുക്കാൻ മോഹനൻ കാണിച്ച ആ മനസ്സാണ് ഇന്ന് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് മറ്റൂർ ജംഗ്ഷനിൽ നിന്ന് നായത്തോട്ടെ വീട്ടിലേക്ക് ബൈക്കിൽ പോകുന്നതിനിടയിലാണ് ഓഷ്യാനസ് ഫ്ളാറ്റിന് സമീപം മോഹനനെ പേഴ്സ് കളഞ്ഞുകിട്ടിയത്. പേഴ്സിൽ ഫോട്ടോയും 1200 രൂപയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റു രേഖകളൊന്നും ഇല്ലാതിരുന്നതിനാൽ ഉടമയെ കണ്ടെത്തുക എന്ന് പ്രയാസകരമായിരുന്നു. മോഹനന്റെ സുഹൃത്തായ സന്തോഷിന്റെ സഹായത്തോടെ അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിജോ ചൊവ്വരാനെ വിവരം അറിയിച്ചു. കാലടി ക്ലിയർ വിഷൻ ചാനൽ വഴി റെനിലിന്റെ ഫോൺ നമ്പർ സിജോ ചൊവ്വരാനെ കൈമാറി. സെക്രട്ടറി സൈമൺ ചാക്കോ, കെയർടേക്കർ സുനിൽ PM, ജോർജ് ജോസഫ്, KT ചാക്കോച്ചൻ, സുജാത കൃഷ്ണൻ, ശാലിനി എന്നിവർ മോഹനന് ആശംസകൾ നേർന്നു. ശനിയാഴ്ച വൈകിട്ട് ഞാൻ മറ്റൊരു ജംഗ്ഷനിൽ വരെ വന്ന് തിരിച്ചു പോകും വഴിയാണ് ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിലൊരു പേഴ്സ് കിടക്കണ പോലെ തോന്നി. ഞാൻ തിരിച്ച് ഒന്ന് എടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു പേഴ്സാണ്. അതിൽ കുറച്ച് എമൗണ്ട് ഉണ്ടായി, മറ്റ് രേഖകൾ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അത് കിട്ടിയപ്പോൾ തന്നെ തിരിച്ചു കൊടുക്കണമെന്ന് എനിക്ക് അപ്പോൾ തന്നെ തോന്നി. ഒരു സാധാരണക്കാരൻ്റെ പേഴ്സ് പോലെ എനിക്ക് തോന്നിയത്. അത് ഞാൻ അവൻ്റെ സുഹൃത്ത് സന്തോഷ് മുഖേന സിജോ ചൊവ്വരാനായിട്ട് ബന്ധപ്പെട്ടു. സിജോൻ്റെ ഒരു ഇടപെടൽ മൂലമാണ് അത്. അതിനകത്ത് അഡ്രസ്സോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല, ഫോൺ നമ്പറും ഉണ്ടായില്ല. സിജോൻ്റെ ന്യായമായിട്ടുള്ളൊരു ഇടപെടൽ മൂലം അതിൻ്റെ ആൾക്ക് തന്നെ തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചു. അതിൽ വളരെയേറെ സന്തോഷമുണ്ട്.
എൻ്റെ പേര് സൈമൺ ചാക്കോ. ഞാൻ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. ഇവിടെ ഓഷ്യാനസ് ക്രസൻറ്റ് ഫ്ലാറ്റിൻ്റെ ഗ്രൂപ്പിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. എൻ്റെ കൂടെയുള്ളത് സുനിൽ, അദ്ദേഹം ഇതിൻ്റെ കെയർ ടേക്കറാണ്. അപ്പം ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ മുന്നിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. അദ്ദേഹത്തിന് തിരിച്ചത് കൊടുക്കുവാനുള്ളൊരു മനസ്സുണ്ടായത്. പലരും കൊടുക്കാറില്ല, പക്ഷേ അത് കൊടുത്ത് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. അതൊരു മാതൃകയാകട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് 100-ൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സിവ ഇന്നർ വേൾഡ്, സിവിയ ട്രേഡ് സെന്റർ, ബിഹൈൻഡ് ചുങ്കത് ജ്വല്ലറി, അങ്കമാലി.